ഹായ്, 8th, 9th, 10th എന്നീ ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് എക്സാമിന് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ടോപ്പിക്കാണ് ക്വസ്റ്റ്യൻ ടാഗ്, അല്ലെ? ഒരു മാർക്ക് എങ്ങനെ പോയാലും നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു മാർക്ക് കിട്ടാൻ പോസിബിലിറ്റി ഉള്ള സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ക്വസ്റ്റ്യൻ ടാഗ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, ക്വസ്റ്റ്യൻ ടാഗ് മെയിൻ ആയിട്ട് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഒന്ന് പറഞ്ഞ മക്കളെ, എവിടെയാണ് യൂസ് ചെയ്യുന്നത്? അത് കോൺവെർസേഷനിലാണ് യൂസ് ചെയ്യുന്നത്, അല്ലെ? നമ്മുടെ എക്സാം പേപ്പറിലാണെങ്കിലും പലപ്പോഴും നിങ്ങൾക്ക് കോൺവെർസേഷൻ വരും. ആ സാഹചര്യത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിളിന് ഈ ക്വസ്റ്റ്യൻ ടാഗിന്റെ യൂസ് നമ്മുടെ മലയാളത്തിൽ വരുന്നുണ്ടോ? ഒന്ന് പറഞ്ഞ, മലയാളത്തിൽ വരുന്നുണ്ടോ? വരുന്നുണ്ട്. എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ഒരാളോട് ഒരു കാര്യം പറയുകയാണ്, അല്ലെ? ഒരാളോട് ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ആ വ്യക്തിയുടേതാണ്, ഓക്കെ അല്ലെ? എന്ന് നമ്മൾ വീണ്ടും ആ വ്യക്തിയോട് ഒന്നും കൂടെ ചോദിക്കും, മക്കളെ ഇത് ഇന്ന വിഷയത്തെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്, ഈ വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിവുള്ളതായിരിക്കും, അല്ലേ? ആണല്ലോ, അല്ലെ? അല്ലേ? അങ്ങനെ അല്ലേ, ആണല്ലോ, ആ ഇങ്ങനെ നമ്മളിങ്ങനെ മലയാളത്തിൽ അതെ, അല്ലേ, അല്ലേ, ഇങ്ങനെ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന് ശേഷം ഒന്നും കൂടെ സ്ട്രോങ്ങിൽ പറയും. നിങ്ങൾക്ക് അറിയാലോ, അല്ലെ എന്ന് പറയുന്ന ആ ഒരു അല്ലേ എന്ന് പറയുന്ന ആ ഒരു ഒറ്റ സെന്റൻസ് ഉണ്ടല്ലോ, നമ്മൾ വീണ്ടും ഒന്നും കൂടെ നമ്മൾ പറഞ്ഞതിന് വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് എംഫസൈസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, നമ്മൾ ഒരാളോട് പറയുന്ന ഒരു കാര്യം അതൊന്നും കൂടെ ഒന്ന് കൂടുതൽ എംഫസൈസ്, അതും കൂടുതലൊന്നും കൂടെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അല്ലേ, ശരിയല്ലേ, അതെ, അങ്ങനെയുള്ള വേർഡുകളൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ. അത് തന്നെയാണ് ക്വസ്റ്റ്യൻ ടാഗ്, അല്ലെ? നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് വീണ്ടും ഒന്നും കൂടെ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. നോക്കാം. ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് are short questions attached to the end of a sentence to confirm a sentence. Okay, ഒരു ഡെഫിനിഷൻ, ഇവിടെ ഒരു സാധ്യത, നമ്മൾ ഡെഫിനിഷൻ അല്ലല്ലോ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെ? നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് എഴുതാൻ കഴിയാന്നുള്ളതാണ്. എന്നിരുന്നാൽ കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞ എന്താണ്? ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, വളരെ ഷോർട്ട് ക്വസ്റ്റ്യൻ. അതൊരു സെന്റൻസിന്റെ എൻഡിങ്ങിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ പറഞ്ഞ സെന്റൻസ് ഒന്നും കൂടെ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതൊന്നും കൂടെ ഒന്ന് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് സ്ട്രോങ് ആക്കി പറയാൻ വേണ്ടിയിട്ട്. നോക്കാം, നമുക്കൊരു എക്സാമ്പിളിലൂടെ അതിന്റെ ഒരു രീതികൾ, അതിനു വേണ്ടി വരുന്ന കുഞ്ഞു കുഞ്ഞു റൂൾസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആ റൂൾസ് എന്താന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ കാർ. ഇതൊരു കാറാണ്. ഓക്കെ, ഫസ്റ്റ് എന്താണ്? ഇറ്റ് ഈസ് എ കാർ. ഇതൊരു കാറാണ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെ? ഇനി നമുക്ക് ഇതൊരു കാറാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇതൊരു കാറാണ്, അല്ലെ? ഈ ചോദ്യം ഉണ്ടല്ലേ, അല്ലെ? ഈ ചോദ്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇറ്റ് ഈസ് എ കാർ, അല്ലെ? ഈ അല്ലേ എന്നുള്ളത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. എന്താണ്? ഇറ്റ് ഈസ് എ കാർ. ഇവിടേക്ക് നോക്കിയാൽ മതി. ഇറ്റ് ഈസ് എ കാർ. ഓക്കെ, ദെൻ ഇനി ഇവര് പറയുന്ന നിയമങ്ങൾ നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ഒരു ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഐഡന്റിഫൈ ദ ഓക്സിലറി വെർബ്. എന്താണ്? ഐഡന്റിഫൈ ദ ഓക്സിലറി വെർബ്. ഓക്സിലറി വെർബ് എന്താന്ന് നിങ്ങൾക്ക് അറിയാലോ. ഈസ്, ആം, ആർ എന്നൊക്കെ പറയുന്ന ഈസ്, ആം, ആർ, വാസ്, വേർ, ഹാസ്, ഹാവ് എന്നൊക്കെ പറയുന്ന വേർഡുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്. സോ ഐഡന്റിഫൈ, ഒരു സെന്റൻസ് കാണുമ്പോൾ ഫസ്റ്റ് വന്നിട്ട് അതിലെ ഓക്സിലറി വെർബിനെ നിങ്ങൾ ഒന്ന് തിരിച്ചറിയണം. ഇവിടെ ഓക്സിലറി വെർബ് ഏതാണ്? ഈസ് ആണ്, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഓക്സിലറി വെർബിനെ ഐഡന്റിഫൈ ചെയ്തു. ക്ലിയർ? ദെൻ ചേഞ്ച് ഇറ്റ് ഇൻ ടു എ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇനി എന്ത് ചെയ്യണം? സെന്റൻസ് പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവിലോട്ട് മാറ്റണം. ഓക്കെ, ഐ മീൻ ക്വസ്റ്റ്യൻ, നമ്മൾ ഇടാൻ പോകുന്ന ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവിലാവണം. ഇനി സെന്റൻസ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചേർക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ടാഗ് എന്തായിട്ട് മാറണം? പോസിറ്റീവ് ആയിട്ട് മാറണം. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഓക്സിലറി വെർബ് ഇതിലേത് ഐഡന്റിഫൈ ചെയ്തു. ഏതായിരുന്നു ഇതിലെ ഓക്സിലറി വെർബ്? ഈസ് ആയിരുന്നു അതിലെ ഓക്സിലറി വെർബ്, അല്ലെ? ഇനി ഈ സെന്റൻസ് നോക്കിക്കേ. ഇറ്റ് ഈസ് എ കാർ. അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? അത് പോസിറ്റീവ് ആണ്. ഇറ്റ് ഈസ് എ കാർ. ഇറ്റ് ഈസ് നോട്ട് എ കാർ എന്ന് പറഞ്ഞാൽ എന്തായി മാറും? അത് നെഗറ്റീവ് ആവും. പക്ഷെ ഇവിടെ എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ ഈ സെന്റൻസ് പോസിറ്റീവ് ആവുമ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം? നെഗറ്റീവ് കൊടുക്കണം. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നോട്ട്, അല്ലെ? ഇറ്റ് ഈസ് നോട്ട്. ഇറ്റ് ഈസ് നോട്ട് നമ്മൾ എങ്ങനെ ചെയ്തു മക്കളെ? ഷോർട്ട് ആക്കിയിട്ട് ഈസിന്റ് എന്ന് ചെയ്തു, അല്ലെ? ഓക്കെ, സോ ആദ്യം നമ്മൾ ഓക്സിലറി വെർബ് എടുത്തു. അതിനുശേഷം ആ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കി. സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നെഗറ്റീവ് ചെയ്തു, അല്ലെ? ദെൻ
മൂന്നാമത്തെ പോയിന്റ്, പ്ലേസ് ദ പ്രൊണൗൺ ആഫ്റ്റർ ദ ഓക്സിലറി വെർബ്. ഇനി നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഓക്സിലറി വെർബ് ഉണ്ടല്ലോ, അതിനുശേഷം നമ്മുടെ സെന്റൻസിലെ പ്രൊണൗൺസ് ഉണ്ടാവും. ഏതൊക്കെയാണ് പ്രൊണൗൺസ് അറിയില്ലേ? ഹി, ഷീ, ഇറ്റ്, ദേ എന്നൊക്കെ പറയുന്ന പ്രൊണൗൺസ് ഉണ്ടാവും ഇവിടെ. ഈ പ്രൊണൗണിന് എന്ത് ചെയ്യണം? അതിനെടുത്തിട്ട് ഇവിടെ കൊടുക്കണം. എന്നിട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ആയതുകൊണ്ട് തന്നെ എന്തും വേണം? ഒരു ക്വസ്റ്റ്യൻ മാർക്കും വേണം. ചിലപ്പോഴൊക്കെ പണ്ടൊക്കെ നമ്മൾ എക്സാമിന് എഴുതുന്ന സമയത്ത് നമുക്കറിയാം, നമ്മുടെ ടീച്ചേഴ്സ് ഇങ്ങനെ ഇത് എഴുതിയാലും ഒരു ക്വസ്റ്റ്യൻ ടാഗ് ഒക്കെ ഇട്ടിട്ടില്ലെങ്കിൽ മാർക്ക് കുറക്കും. ഓക്കെ, അതിന് അത്ര ഇമ്പോർട്ടൻസ് ഈ ചെറിയ സിമ്പിൾ ക്വസ്റ്റ്യൻ ടാഗിന് വരെ പരീക്ഷയ്ക്ക് ഉണ്ടാവും. സോ ക്വസ്റ്റ്യൻ ടാഗും വേണം. സോ ഇത്രയേ ഉള്ളൂ പണി. വളരെ ഈസി അല്ലേ? വളരെ ഈസിയാണ് അല്ലെ? ഓക്സിലറി വെർബ് ഐഡന്റിഫൈ ചെയ്യണം. സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കണം, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കണം. ലാസ്റ്റ് പ്രൊണൗൺസ് ഏതാണോ അത് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. വളരെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ടാഗ് നിർമ്മിച്ചു കഴിഞ്ഞു. നോക്കാം. എ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ടേക്സ് എ നെഗറ്റീവ് ടാഗ്. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ് കൊടുക്കേണ്ടത്? നെഗറ്റീവ് ടാഗ് ആണ്. നോക്കാം എങ്ങനെയാണ് അതിനുള്ള ഉദാഹരണങ്ങൾ എന്നുള്ളത്. ദ എക്സാം ഈസ് ഓവർ. ദ എക്സാം ഈസ് ഓവർ. നോക്കാം, ഈ സെന്റൻസ് പോസിറ്റീവ് ആണ്. കാരണം ഇതിൽ നെഗറ്റീവ് ആയിട്ട് വരുന്ന നോയോ നോട്ടോ ഒന്നും കാണുന്നില്ല. സോ സെന്റൻസ് ക്ലിയർ ആണ്, പോസിറ്റീവ് ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന റൂൾ എന്തായിരുന്നു? ഇതിൽ നിന്നും ഓക്സിലറി വെർബിനെ ഐഡന്റിഫൈ ചെയ്യണം. ഏതാണ് ഇതിൽ ഓക്സിലറി വെർബ്? ഈസ് ആണ് ഇതിലെ ഓക്സിലറി വെർബ്. സോ ആ ഈസിനെ നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങോട്ട് എടുത്തു. ഇനി നമ്മുടെ നിയമം എന്താണ്? ഇനി റൂൾ എന്താണ്? എ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ടേക്സ് എ നെഗറ്റീവ് ടാഗ്. എന്താണ്? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ടാഗ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഈസ് എടുത്തു. സ്വാഭാവികമായിട്ട് നെഗറ്റീവിന് വേണ്ടിയിട്ടുള്ള നോട്ട് കൊടുത്തു. ഐ മീൻ ഈസ് ഇൻറ്റ്, ദെൻ ഇറ്റ്. ഇറ്റ് ഇതാ എവിടുന്നാ വരുന്നത്? ദ എക്സാം. ഇത് എക്സാം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇറ്റ് ആണ് കൊടുക്കാറ് കേട്ടോ. ദ എക്സാം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുക? വസ്തുക്കളിലൊക്കെ പേരുകളാണ് ഒരു വസ്തുക്കൾ. ദ എക്സാം, അതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെയാണ്. അങ്ങനത്തെ നെയിമുകളൊക്കെ വരുമ്പോൾ എന്ത് കൊടുക്കണം? ഇറ്റ് ആണ് കൊടുക്കുക കേട്ടോ. അതൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി യൂസ് ചെയ്ത് എക്സാമ്പിൾസ് ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിക്കും. നോക്കാം. ദെൻ ഇറ്റ് ഈസ് വെരി കോൾഡ് ടുഡേ. ഇറ്റ് ഈസ് വെരി കോൾഡ് ടുഡേ. നല്ല തണുപ്പാണ് അല്ലെ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ? ആ അല്ലയാണ് ഇത്. ഓക്കെ, സെന്റൻസ് എന്താണ്? പോസിറ്റീവ് ആണ്. ഈസ് എടുക്കുന്നു, സെന്റൻസിനെ നെഗറ്റീവ് ആക്കുന്നു, ഈസിന്റെ ആയി, ദെൻ പ്രൊണൗൺ ഇറ്റ്, ദെൻ ക്വസ്റ്റ്യൻ ടാഗ്. ക്ലിയർ? ഓക്കെ, ദെൻ ഐ എം എ ബിറ്റ് ലൈറ്റ്. എന്താണ്? ഐ എം എ ബിറ്റ് ലൈറ്റ്. ഞാൻ കുറച്ച് വൈകിപ്പോയി അല്ലെ? അപ്പൊ ഈ ഒരു വൈകിപ്പോയി, ബിറ്റ് ലൈറ്റ്, ഇവിടെ എന്താണ്? ഓക്സിലറി ആം ആണ് കേട്ടോ. അത് പറയാം. ആമ് വരുമ്പോ ആറിന്റെ ആണ് യൂസ് ചെയ്യുക കേട്ടോ. ആമ് വരുമ്പോ എന്താ യൂസ് ചെയ്യുക? ക്വസ്റ്റ്യൻ ടാഗിൽ ആം എന്ന് വരില്ല, ആമൈ എന്ന് വരില്ല കേട്ടോ. അത് പോസിറ്റീവ് ആവുമ്പോൾ, സെന്റൻസ് പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് വരിക? ആറിന്റെ ഐ ആണ് വരിക കേട്ടോ. അയാം വരുമ്പോ എന്താ വരിക? ആറിന്റെ കേട്ടോ. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. ആമ് വരുമ്പോ ആറാണ്, ആറിന്റെ ഐ ആണെന്ന് പഠിച്ചു വെക്കുക. ദെൻ ദേ ആർ ഗോയിങ്. ദേ ആർ ഗോയിങ്. ആറാണ് ഇവിടുത്തെ ഓക്സിലറി. നെഗറ്റീവ് ആക്കണം. ആറിന്റെ നെഗറ്റീവ് ആക്കി ദെൻ ദേ എന്ന് പറയുന്ന പ്രോണോൺ ആഡ് ചെയ്തു. ക്ലിയർ? ഓക്കെ, ദെൻ ദേ ക്യാൻ സ്വിം. എന്താണ്? ദേ ക്യാൻ സ്വിം. ഇവിടെ ക്യാൻ എന്ന് പറയുന്ന മോഡൽ ഓക്സിലറി അല്ലെ? അതാണ് വരുന്നത്. നെഗറ്റീവ് ആക്കി കാൻറ്റ്. ദെൻ എന്തായി? പ്രൂവർ ആഡ് ചെയ്തു, ദെൻ പ്രൊണൗൺ ആഡ് ചെയ്തു. ദെൻ there is something wrong. there is something wrong. ഈസ് എടുത്തു, നെഗറ്റീവ് ആക്കി, ഈസിന്റെ ആക്കി, ദെൻ there എന്ന് പറഞ്ഞ അതുപോലെ തന്നെ കൊടുക്കും, there എന്ന്. ഓക്കെ, ക്ലിയർ? ദെൻ ദേവി ഈസ് സിംഗിങ്. ദേവി എന്ത് ചെയ്യാണ്? പാടുകയാണ്. ഈസ് എടുത്തു, നെഗറ്റീവ് ആക്കി, ഈസിന്റെ ആക്കി, ദെൻ ഷീ കൊടുത്തു. ഓക്കെ, സോ സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ്, ഐ മീൻ ടാഗ് എന്തായിട്ട് മാറും? നെഗറ്റീവ് ആയിട്ട് മാറും. ഓക്കെ, ക്ലിയർ? നെഗറ്റീവ് ആക്കാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർക്കണ്ട, നോട്ട് ചേർക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ്. ഇനി നേരെ തിരിച്ച് ഒരു സെന്റൻസ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ, ഐ മീൻ എ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ടേക്സ് എ പോസിറ്റീവ് ടാഗ്. ഇനി നെഗറ്റീവ് ആണ് സെന്റൻസ് എന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചെന്താണ്? പോസിറ്റീവ് ആണ്. അവിടെ നമുക്ക് പ്രത്യേകിച്ച് റിസ്ക് ഒന്നും വരുന്നില്ല. സെന്റൻസ് ഒന്ന് നോക്കുക. ഷീ ഈസ് നോട്ട് എ ക്ലവർ ഗേൾ. അവൾ എന്താണ്? ക്ലവർ അല്ല, നെഗറ്റീവ് ആണ് അല്ലെ? അപ്പൊ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, അതിൽ ഓക്സിലറി എടുക്കുക, അതേപോലെ എഴുതുക, ഈസ് എഴുതുക, ദെൻ സെന്റൻസ് പോസിറ്റീവ് ആണ്. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കുക? ഷീ എന്ന് പറയുന്ന പ്രോണോൺ കൊടുക്കുക, ഈസ് ഷീ. വളരെ ഈസിയാണ് അല്ലെ? നോക്കാം.
Next one, there are no good hotels here. There are no good hotels here. ഇവിടെ നല്ല ഹോട്ടൽസ് ഒന്നും ഇല്ല അല്ലെ. ഇനി അല്ലയാണ് ഇവിടെ വരുന്നത് കേട്ടോ. വളരെ ഈസിയാണ്. ആർ എന്ന് പറയുന്ന ഓക്സിലറി കൊടുക്കുന്നു, പ്രൊണൗൺ there കൊടുക്കുന്നു, then are there. Then we haven't had our lunch yet. Okay, നോക്കാം. haven't had, haven't കാണുമ്പോൾ കൺഫ്യൂഷൻ വരരുത്. രണ്ട് ഓക്സിലറി വെർബ്, രണ്ട് ഓക്സിലറി വെർബ് ഒരു സെന്റൻസിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഫസ്റ്റ് കൊടുത്തിട്ട് ഓക്സിലറി വെർബിന്, ഫസ്റ്റ് ഓക്സിലറി വെർബിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ. അതാണ് നമ്മൾ ഫസ്റ്റ് എടുക്കുക. നോക്കാം. ഹാവ് എടുത്തു, ഹാവിന്റെ നെഗറ്റീവ് ആണ്, ഹാവ് എടുത്തു, വി എടുത്തു. ദെൻ യു നീഡ് എടുക്കുന്നു, സെന്റൻസ് പോസിറ്റീവ് ആക്കുന്നു, യു എന്ന് പറയുന്ന പ്രോണോൺ എടുക്കുന്നു. ദെൻ ദേ കാൻഡ് സ്വിം, സെന്റൻസ് നെഗറ്റീവ് ആണ്, അവർക്ക് കഴിയില്ല അല്ലെ, നീന്താൻ കഴിയില്ല. അപ്പൊ ക്യാൻ എടുക്കുന്നു, ദെൻ ദേ കൊടുക്കുന്നു, ക്യാൻ ദേ. ഓക്കെ. Then he is from Kashmir. He is from Kashmir. ഈസിന്റെ ഈസ് എടുക്കുന്നു, സെന്റൻസ് നെഗറ്റീവ് ആണ്, സ്വാഭാവികമായിട്ടും ഇവിടെ പോസിറ്റീവ് ആക്കണം. ഈസ് എടുക്കുന്നു, ഹി കൊടുക്കുന്നു, ഈസ് ഹി. വളരെ സിമ്പിൾ അല്ലെ. ഇത് നിങ്ങൾ ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ ഒരു എക്സാമ്പിൾ കാണുമ്പോൾ തന്നെ ബാക്കി എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കിട്ടും അല്ലെ. നോക്കാം. നെക്സ്റ്റ് വൺ, ഓക്സിലറി വെർബ് is not mentioned in the sentence. We must use do, does, did. അല്ലെ. ഓക്സിലറി വെർബ് പോയിട്ട് സെലക്ട് ചെയ്യുക, ഓക്സിലറി വെർബ് പോയിട്ട് ഐഡന്റിഫൈ ചെയ്യാന്ന് ഞാൻ ആദ്യം പറഞ്ഞു അല്ലെ. ഈസ് ഉണ്ടാവുമ്പോ ഈസ് ഇങ്ങോട്ട് കൊടുക്കാം, ആറ് ഉണ്ടാവുമ്പോ ആറ് കൊടുക്കാം, സുഖമായിരുന്നു അല്ലെ. ഇനി ഓക്സിലറി വെർബ് അതിലില്ലെങ്കിൽ എന്തെടുത്ത് കൊടുക്കും, ഇതൊരു ചോദ്യമാണല്ലോ അല്ലെ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡു, ഡസ്, ഡിഡ് യൂസ് ചെയ്യണം. അത് യൂസ് ചെയ്യാൻ അറിയണമെങ്കിൽ അത് ടെൻസ് ഏതാണ് അവിടെ യൂസ് ചെയ്തതെന്ന് വ്യക്തമായിട്ട് അറിയണം. നോക്കാം. He speaks English. എങ്ങനെയാണ് അറിയാം മക്കളെ? സ്പീക്സ് എന്താണിത്? ഡസ് ആണ് അല്ലെ. ഇത് സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റിൽ സ്പീക്സ് എന്ന് പറയുന്നത് സ്പീക്കിന്റെ ഡസ് ഫോം ആണ് എഴുതിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് നമുക്ക് ആരെ കിട്ടും? പുറത്തോട്ട് ഡസ്സിനെ കിട്ടും. കിട്ടൂലേ? കിട്ടും. അപ്പൊ എന്ത് ചെയ്യണം? സെന്റൻസ് അവിടെ പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആകുമ്പോൾ ഉടനെ നിങ്ങളുടെ മൈൻഡിൽ എന്ത് വരണം? സെന്റൻസ് നെഗറ്റീവ് ആക്കണം എന്നുള്ളത് വരണം. സോ ഡസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടി. ഇനി നെഗറ്റീവ് ആക്കി, ഡസിന്റെ ആക്കി, ദെൻ പ്രൊണൗൺസ് ഹി ആഡ് ചെയ്തു, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. ക്ലിയർ? ഓക്കെ. ദെൻ യു ലൈക്ക് മീ. ലൈക്ക് എന്താണ് മക്കളെ? അതിൽ എസ് ഉണ്ടോ? ഇല്ല. അത് ഇഡി ആണോ? ലൈക്ക്ഡ് ആണോ? അല്ല. അപ്പൊ ഇഡിയും അതിലില്ല അല്ലെ. അപ്പൊ ഡിഡും അതിലില്ല. ലൈക്സ് അല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഡെസ്സും ഇല്ല. സ്വാഭാവികമായിട്ടും യു ലൈക്ക് മീ എന്ന് പറയുമ്പോൾ അത് ഡു ഫോം ആണ്. അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് ഡു കിട്ടും അല്ലെ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഡു കിട്ടും. ഡു കിട്ടുമ്പോൾ അതിനെ നെഗറ്റീവ് ആക്കുമ്പോൾ ഡോണ്ട് ആവും. ദെൻ പ്രൊണൗൺസ് യു ആഡ് ചെയ്യും. ഓക്കെ. അപ്പൊ ഡോണ്ട് യു. The next, Reena goes to school. നോക്കാം. ഇവിടെ ഗോസ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് ആരെ കിട്ടുന്നുണ്ട്? ES കിട്ടുന്നുണ്ട്. ഐ മീൻ ഡസ് കിട്ടുന്നുണ്ട്. നെഗറ്റീവ് ആക്കണം, ഡസിന്റെ ആക്കണം. സെന്റൻസ് പോസിറ്റീവ് ആണ്. സോ ഇവിടെ ഡസിന്റെ ആക്കി. ദെൻ ഷീ, റീന എന്ന് പറയുന്ന റീന എന്ന് കൊടുക്കാറില്ല. അവിടെ ഗേൾസ് ഐ മീൻ ഫീമെയിൽസ് ആണ്. ഫീമെയിൽസിന്റെ പേരാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഷീ കൊടുക്കും. മെയിൽസിന്റെ പേരാണ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏത് പ്രൊണൗൺ കൊടുക്കും? ഹി കൊടുക്കും. ക്ലിയർ? ഓക്കെ. ദെൻ ഹി ഗോ ടു ഷോപ്പ്. ഗോ എന്ന് പറയുമ്പോൾ ഡു ഫോം ആണ്. സോ ഡോ എടുത്തു, ഡോണ്ട് നെഗറ്റീവ് ആക്കി, ഹി കൊടുത്തു. ഓക്കെ. ഡോൺ ഹി. ദെൻ രാജു കെയിം യെസ്റ്റർഡേ. കെയിം ആണ് അല്ലെ. കെയിം യെസ്റ്റർഡേ എന്ന് കാണുമ്പോൾ ഇന്നലെ, കെയിമും രണ്ടും കൂടെ കൂട്ടി യോജിക്കുമ്പോൾ അത് പാസ്റ്റ് പോലെ ആവുന്നുണ്ട്. പാസ്റ്റ് ആണെങ്കിൽ അതിനുള്ളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെടുക്കാം മക്കളെ? ഡിഡ് എടുക്കാം. സോ ഡിഡ് എടുത്തിട്ട് അത് നെഗറ്റീവ് ആക്കുമ്പോൾ ഡിഡിന്റ് വരും. ദെൻ രാജു എന്ന് പറയുന്നത് മെയിൽ ആയതുകൊണ്ട് എന്ത് വരും മക്കളെ? ഹി വരും. ക്ലിയർ? ദെൻ they ate an apple. ate എന്താണ്? ഡിഡ് ആണ് അല്ലെ. ഇതൊക്കെ ഡിഡ് ഫോം ആണ് അല്ലെ. ഡിഡ്, ate ഡിഡ് ആണ്. സോ ഡിഡിൻ നെഗറ്റീവ് ആക്കി ഡിഡിൻ. ദേ അതേപോലെ പ്രൊണൗൺസ് ആയതുകൊണ്ട് അതേപോലെ കൊടുത്തു, ഡിഡിൻ ദേ. ക്ലിയർ? ദെൻ യു വെന്റ് ടു സ്കൂൾ. എന്താണ്? യു വെന്റ് ടു സ്കൂൾ. വെന്റ് എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റ് ആണ് അല്ലെ. സോ ഡിഡ് ആണ്. ഡിഡ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് എടുക്കും, ഡിഡിന്റ് കൊടുക്കും, യു കൊടുക്കും. സോ
അതിൽ ഓക്സിലറി വെർബ് നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ, ഐ മീൻ ഈസ്, ആം, ആറ്, വാസ്, വേറ് എന്ന് പറയുന്ന ഓക്സിലറി വെർബിനെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് സെന്റൻസിൽ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിലെ വെർബിലോട്ടൊന്ന് പോയി നോക്കുക. വെർബ് പാസ്റ്റ് ആണെങ്കിൽ ഡിഡ് എടുക്കുക. വെർബ് പ്രസന്റ് ആണ് എന്നുണ്ടെങ്കിൽ ഡു ആണോ ഡെസ് ആണോ ആ വെർബിൽ യൂസ് ചെയ്തത് എന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ട് നിങ്ങൾ അതിൽ നിന്നും ഡെസ് ആണ് എന്നുണ്ടെങ്കിൽ എസ് ഫോം ആണെങ്കിൽ അതിനുള്ളിൽ നിന്നും പുറത്ത് ഡെസ് എടുക്കുക. ഇനി അതെല്ലാം ഡു ഫോം ആണെന്നുണ്ടെങ്കിൽ ഡു എടുക്കുക. ക്ലിയർ അല്ലേ? ഡു, ഡസ്, ഡിഡ് എന്ന് യൂസ് ചെയ്യുക. ഓക്കെ. Then change the subject into pronoun. അല്ലെ, നമുക്ക് സബ്ജക്റ്റ് പ്രൊണൗൺ ആയി മാറിയല്ലോ അല്ലെ. അത് ആ മാറ്റം നമുക്ക് നോക്കാം. ഹി ആണെങ്കിൽ ഹി തന്നെയാണ് കൊടുക്കുക അല്ലെ. സബ്ജക്റ്റ് ഹി ആയിരുന്നെങ്കിൽ ഹി തന്നെയാണ് നമ്മൾ കൊടുത്തത്. ഷീ ആയിരുന്നെങ്കിൽ ഷീ തന്നെ കൊടുത്തു. ലീല, ഐ മീൻ ഒരു ഫീമെയിൽ ആണെങ്കിൽ അല്ലെ, ഫീമെയിൽ ആണെങ്കിൽ ഐ മീൻ ഒരു ഗേൾസ് ഫീമെയിൽ ആയിട്ടുള്ള ഒരു പേരാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? ഷീ കൊടുക്കും. ദെൻ മെയിൽ ആയിട്ടുള്ള പേരുകളാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? രാജു വന്നപ്പോ എന്ത് കൊടുത്തു? ഹി കൊടുത്തു. ഓക്കെ. ദെൻ ഡോഗ് ഒരു ആനിമൽ അല്ലെ, ഒരു ആനിമൽ, ഒരു ബേർഡ്സ് ഇങ്ങനെയുള്ളതൊക്കെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, ചെറിയ ക്രീച്ചേഴ്സ്, ആനിമൽസ്, ബേർഡ്സ് ഒക്കെയാണ് വരുന്നത് നമ്മൾ ഇറ്റ് കൊടുക്കും കേട്ടോ. അതുപോലെ വസ്തുക്കളുടെ പേര് തിങ്സ് അല്ലെ, വസ്തുക്കളുടെ പേര് തിങ്ങുകളൊക്കെ വരികയാണെങ്കിൽ, എന്തെങ്കിലും ഒരു തിങ്സ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? ഇറ്റ് കൊടുക്കും. ഓക്കെ. തിങ്സ് ഒക്കെ വരുമ്പോ നമ്മൾ എന്ത് കൊടുക്കും? ഇറ്റ് കൊടുക്കും കേട്ടോ. ദെൻ ദേ വരികയാണെങ്കിൽ ദേ കൊടുക്കും, യു വരികയാണെങ്കിൽ യു കൊടുക്കും. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ടെൻഷൻസ് ഒന്നും വരുന്നില്ല. യു ആണെങ്കിൽ യു, ദേ ആണെങ്കിൽ ദേ, ഹി ആണെങ്കിൽ ഹി, ഷീ ആണെങ്കിൽ ഷീ. ഓക്കെ, ക്ലിയർ? ദെൻ നൺ ഓഫ് യു. നൺ ഓഫ് യു എന്ന് വരുമ്പോൾ ഞങ്ങൾ ഈ നണ്ണുമൊക്കെ ഒന്നും നിങ്ങൾ നോക്കണ്ട, യു അങ്ങ് എടുത്തിട്ട് പ്രൊണൗൺസ് ആയിട്ട് യൂസ് ചെയ്യുക. അതുപോലെ സം ഓഫ് യു വരുമ്പോൾ അതുപോലെ കൊടുക്കാം. അസ് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം അസ് ആരാണ് മക്കളെ? വി ആണ് അല്ലെ. അപ്പൊ അസ് ആണ് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പ്രൊണൗൺ ആയിട്ട് വി യൂസ് ചെയ്യുക. സം ഓഫ് അസ് വരുമ്പോഴും വി യൂസ് ചെയ്യുക. ഓക്കെ. ദെൻ ഇവിടെ പറഞ്ഞ പോലെ ദ ബോയ്, ദ ഗേൾ എന്നൊക്കെ വരുമ്പോ എന്ത് ചെയ്യുക? ഹിയും ഷീയും ആണ് യൂസ് ചെയ്യുക. ഗേൾ ആണെങ്കിൽ ഷീ, ബോയ് ആണെങ്കിൽ ഹി. ഓക്കെ. ദെൻ മാൻ, വിമൺ ഇതൊക്കെ എന്താണ് മക്കളെ? മാൻ ആണെങ്കിൽ ഹി യൂസ് ചെയ്യും, വിമൺ ആണെങ്കിൽ എന്ത് യൂസ് ചെയ്യും? ഷീ യൂസ് ചെയ്യും. ഓക്കെ. ദെൻ ദേ തന്നെയാണ്. ദെൻ നൺ ഓഫ് ദ സ്റ്റുഡൻസ്, ലെറ്റേഴ്സ്, എവരി വൺ, എവരിബഡി ഇതൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ എന്താണ് മക്കളെ യൂസ് ചെയ്യുക? ദേ. ഇവിടെ നൺ ഓഫ് ദ സ്റ്റുഡൻസ് എന്നൊക്കെ വരുമ്പോ എന്താണ് യൂസ് ചെയ്യുന്നത്? ദേ ആണ് യൂസ് ചെയ്യുന്നത്. ലെറ്റേഴ്സ് അസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഷുവർ ആണ് അത് വി ആയിരിക്കും എന്നുള്ളത്. ദെൻ എവരി വൺ, എവരിബഡി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ദേ യൂസ് ചെയ്യും. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ കാണാതെ ഇരുന്ന് പഠിക്കണമെന്നില്ല. അതിന്റെ ഒന്നോ രണ്ടോ എക്സാമ്പിൾസ് ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്ത് വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും? ഇത് അറിയാതെ തന്നെ പഠിക്കും കേട്ടോ. ദെൻ ഇനി പോസിറ്റീവ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആക്കണം, നെഗറ്റീവ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആക്കണം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതിന് നോട്ടാണ് ചേർക്കുക, വേറെ ഒന്നും നമ്മൾ ഇതിന് മുമ്പിലോ ബേക്കിലോ ചേർക്കുന്നില്ല, നോട്ടാണ്. ഇനി നോട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന മാറ്റം നോക്കാം. ചില സെന്റൻസ്, ചില ഓക്സിലറി വെർബിന് മാറ്റം വരും. നോക്കാം. ഈസ് എന്തായിട്ടുണ്ട്? ഈസിന്റെ ആയിട്ടുണ്ട്. കറക്റ്റ് ആണ്, നമുക്ക് ഈസി ആയിട്ട് അറിയാൻ മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ഐ മീൻ ഈസ് പ്ലസ് നോട്ടാണ് ഈ ഈസിന്റെ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ. ഇപ്പൊ ആം പ്ലസ് നോട്ട് എന്ന് വരുമ്പോ തന്നെയാണ് ആറിന്റെ വരുന്നത്. ആർ പ്ലസ് നോട്ടാണ് ആറിന്റെ. ഓക്കെ, ക്ലിയർ ആണല്ലോ? നോക്കാം. ഈസിന്റ്. ഓക്കെ, ഈസ് നെഗറ്റീവിലോട്ട് വരുമ്പോ ഈസിന്റ്. ആം എന്തായിരിക്കും? ആറിന്റെ ആയിരിക്കും. അത് എപ്പോഴും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ആം വരുമ്പോ ആറിന്റെ ആയിരിക്കും. അധികം എക്സാമ്പിളിൽ അങ്ങനെ വരാറുണ്ട് അല്ലെ. ആം വെച്ചിട്ട് വരും, അത് നിങ്ങൾ ആറിന്റെ ആമായി എഴുതാതിരിക്കാൻ വേണ്ടിയിട്ട് വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ മാർക്ക് എപ്പോഴും കിട്ടും, കാരണം നമ്മളിത് കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഓക്കെ. ദെൻ വാസ്. വാസ് വരുമ്പോൾ വാസിന്റെ, വേറ് വരുമ്പോൾ വേറിന്റെ, ഹാസ് വരുമ്പോൾ ഹാസിൻ, ഹാവ് വരുമ്പോൾ ഹാവിൻറ്റ്. ക്ലിയർ? ദെൻ ഹാഡ് വരുമ്പോൾ ഹാഡിൻ, ഡു വരുമ്പോൾ ഡോൺ, ഡസ്, ഡസിൻ, ഡി, ഡിഡിൻ, ക്യാൻ, കാൻറ്റ്, കുഡ്, കുഡിൻ, വിൽ, വോണ്ട്. വില്ല് നോക്കണം കേട്ടോ. വില്ലൊക്കെ വില്ല് വരുമ്പോ വിൽ നോട്ട് എന്നൊന്ന് എഴുതി വെക്കരുത്. വില്ല് വരുമ്പോ വിൽ നോട്ട് അല്ല, വില്ല് വരുമ്പോ വോണ്ട്. ഓക്കെ. ഇപ്പൊ ഇതിന് നോക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത് ഒന്ന് ഇതാണ്. ഒന്ന് ആം വരുമ്പോ ആറിന്റെ എന്ന് പറയുന്നത് അല്ലെ. ആം വരുമ്പോ ആറിന്റെ എന്ന് പറയുന്നത് വില്ല്, വോണ്ട് അല്ലെ. ഇതിനൊക്കെ വലിയ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇതേ ഉള്ളൂ. ഓക്കെ. ദെൻ വുഡ്, വുഡിന്റ്, മേ, മെന്റ്, മൈറ്റ്, മൈറ്റ്, ഷാൾ, ഷാൻറ്റ് അല്ലെ. ഷാൾ വരുമ്പോ ഷാൻറ്റ് വരും.
Okay, then should, shouldn't, must, mustn't, need, needn't, dare, daren't, used. യൂസ്ഡ് വരുമ്പോൾ ചിലപ്പോഴൊക്കെ യൂസ്ഡ് എന്ന് ചേർക്കാറുണ്ടെങ്കിലും യൂസ്ഡ് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഡിഡിന്റ് ആണ് ചേർക്കുക കേട്ടോ. ഓക്കെ, ദെൻ ഓട്ട്, ഓട്ടിൻ, ഇങ്ങനെയുള്ള ഈ റെയർ കേസുകൾ 1 2 അല്ലേ വന്നിട്ടുള്ളൂ. അത് മാത്രം ഒന്ന് കാണാതെ പഠിച്ചാൽ മതി. ബാക്കിയൊക്കെ ഇൻഡ് ചേർത്ത് എഴുതിയാൽ മതി. ഓക്കെ, ദെൻ നോക്കാം. ക്വസ്റ്റ്യൻ ടാഗ് വിത്ത് മോഡൽ വെർബ്സ്. ഇനി ക്വസ്റ്റ്യൻ ടാഗ് വിത്ത് മോഡൽ വെർബ്സ് വരുമ്പോ എന്താണ് അവസ്ഥ എന്ന് നോക്കാം. മസ്റ്റ്, ഷാള്, വില്ല്, ഷുഡ്, കുഡ് എന്നൊക്കെ മൈറ്റ് എന്നൊക്കെ പറയുന്ന നമ്മുടെ മോഡൽ ഓക്സിലറീസ് അറിയാലോ. ഇതൊക്കെയാണ് നമ്മുടെ മോഡൽ വെർബ്സ്, ഐ മീൻ മോഡൽ ഓക്സിലറി വെർബ്സ്. ഓക്കെ, അതിന്റെ കൂടെ വരുമ്പോ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ നിയമങ്ങളൊക്കെ തന്നെ ഇതിനും വരുന്നുള്ളൂ. ഹി ക്യാൻ ഹെൽപ്പ് ഹെർ. ക്യാൻ ഇതാ ഓക്സിലറി വെർബ് എടുത്തിരിക്കുന്നു, സെന്റൻസ് പോസിറ്റീവ് ആണ്. അപ്പൊ ക്യാന്, കാൻഡ്, ദെൻ ഹീ കൊടുക്കണം അല്ലെ, മാറ്റങ്ങളൊന്നുമില്ല അല്ലെ. വില്ല് വരുമ്പോ ഞാനിപ്പോ തൊട്ടപ്പുറത്തിന് ഇങ്ങോട്ട് പറഞ്ഞിരുന്നു, വില്ല് വരുമ്പോ വിൽ നോട്ട് അല്ല, വാണ്ട്. എന്താണ്? വാണ്ട്, വാണ്ട് ഹീ. ഓക്കെ, ഇതൊക്കെ സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ടാണ് കേട്ടോ ഇന്ത്യ എന്ന് പറയുന്ന നെഗറ്റീവ് വരുന്നത്. ഓക്കെ, ദേ ഷുഡ് ലേൺ ഫോർ എക്സാം. ഷുഡ് എടുത്തിട്ട് ഷുഡിന്റെ ആക്കി, ദേ കൊടുത്തു, ഷുഡിൻ ദേ. ക്ലിയർ? ഓക്കെ, ദെൻ ഇറ്റ് ക്യാൻ ബി ട്രൂ. ഇവിടെ എന്താണ്? കാണ്ട് ഇവിടെ വന്നു. അപ്പൊ സെന്റൻസ് നെഗറ്റീവ് ആയി. അപ്പൊ കാൻ മതി. ദെൻ ഇറ്റ്, ഐ മീൻ ക്യാൻ ഇറ്റ്. ക്ലിയർ? ഓക്കെ, സിമ്പിൾ, വളരെ സിമ്പിൾ. നോക്കാം. ഇനി സെന്റൻസ് നെഗറ്റീവ് ആണ്, സെന്റൻസ് നെഗറ്റീവ് ആണെന്ന് ഞാൻ പറയുമ്പോഴൊക്കെ ആ സെന്റൻസിൽ നോട്ട് ഉണ്ടായിരുന്നു അല്ലെ. അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയത് എന്താണ് സെന്റൻസ് നെഗറ്റീവ് ആണ്. കാരണം എന്തായിരുന്നു? അവിടെ നോട്ട് ഉണ്ടായിരുന്നു അല്ലെ. ഇനി നോട്ട് അല്ലാതെ വേറെ കുറച്ച് ആളുകളൊക്കെ സെന്റൻസിൽ വരും. നോട്ട് തന്നെ എപ്പോഴും ഉണ്ടാവണം നിർബന്ധമല്ല. ഓക്കെ, അപ്പോ ചില സമയത്തൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻസ്, എക്സാമിന് ചില സമയത്തൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിന്റെ മാർക്ക് പോവാ. ഇങ്ങനെയുള്ള ആളുകളൊക്കെ സെന്റൻസിൽ ഉണ്ടാവും. അത് നമ്മൾ ശ്രദ്ധിക്കില്ല. അത് ശ്രദ്ധിക്കാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് പോസിറ്റീവ് എന്ത് ചെയ്യും? അതിന് നെഗറ്റീവ് ടാഗ് കൊടുക്കും സെന്റൻസിന് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ വന്ന് അതിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടാവും, സെന്റൻസിനുള്ളിൽ. അതോടുകൂടി ആ സെന്റൻസ് നെഗറ്റീവ് ആവും. സോ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം, പഠിക്കണം. ഓക്കെ, ബെയർലി അല്ലെ, ബെയർലി അല്ലെ, കഷ്ടിച്ച് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബെയർലി, ഫ്യൂ, ഹാർലി, ലിറ്റിൽ, നോ, നൺ, നോ വൺ, nobody, nothing, nowhere, neither, rarely, scarcely, never, seldom. ഇതൊക്കെ എന്താണ് മക്കളെ? ഇതൊക്കെ നെഗറ്റീവ്സ് തന്നെ. ഇതൊക്കെ നെഗറ്റീവ് മീനിങ് ആണ് അല്ലെ. കുറച്ച്, ഇല്ല, ഒട്ടുമില്ല, ഇല്ല, ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവ് മീനിങ് ആണ് ഈ സെന്റൻസുകളൊക്കെ. ഇതെന്ത് ചെയ്യണം മക്കളെ? നിങ്ങൾ പഠിച്ചു വെക്കണം. ഐ മീൻ നിങ്ങൾ അതൊരു ബോക്സിലൊക്കെ ആക്കിയിട്ട് പഠിച്ചു വെക്കണം. അപ്പോഴാണ് നമ്മൾ എക്സാമിന് വരുമ്പോൾ നമുക്ക് നോക്കാൻ കഴിയുള്ളൂ ഈ സെന്റൻസ് അതിലുണ്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യാം? പോസിറ്റീവ് ആക്കാൻ സാധിക്കുക. നോക്കാം. There is a little water. There is a little water in the pond. പോണ്ടിൽ എന്തുണ്ട്? കുറച്ച് വാട്ടർ. ഐ മീൻ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ നോ എന്ന് പറയുന്ന അർത്ഥം, വെള്ളമില്ല എന്നൊരർത്ഥം. ഈ ലിറ്റിലിന് കറക്റ്റ് കംപ്ലീറ്റ് നോ എന്നാണോ അർത്ഥം? ഇവിടെ പോയി ഞാൻ പലപ്പോഴും പല ആളുകൾക്കും ഞാൻ കണ്ടിട്ടുണ്ട് എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഷുവർ ആണ്. എന്താണ്? കുറച്ച് എന്ന് പറയുന്ന ഒരർത്ഥം അല്ലെ. എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ കുറച്ച്. ഓക്കെ, സോ അപ്പോ ലിറ്റിൽ എന്നാണെങ്കിലോ, ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഒട്ടുമില്ല എന്നൊരർത്ഥാണ് അല്ലെ. ഒട്ടുമില്ല അല്ലെ, അതിൻ്റെ ഉള്ളിൽ ഒട്ടുമില്ല. പക്ഷെ നമ്മൾ ഒട്ടുമില്ല എന്നുള്ള ഒരു മീനിങ് അല്ല കേട്ടോ. ഇപ്പൊ ഒരു വാട്ടർ ബോട്ടിലിന്റെ ഉള്ളിൽ ഇപ്പൊ നമ്മളൊരു ഒരു വാട്ടർ ബോട്ടിലാണെന്ന് കരുതാം. ഇതിന്റെ ഉള്ളിൽ ഇതാ ഇവിടെ ഒരു തുള്ളി വെള്ളം താഴെ ഉണ്ട്. ഓക്കെ, ഇത് കുടിക്കാനൊന്നും നമുക്ക് കിട്ടാൻ മാത്രമല്ല, അതിന് ഒരു 2 3 തുള്ളി വെള്ളമേ ഉള്ളൂ. ഇങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ ഇവിടെ ലിറ്റിൽ എന്നാണ് പറയാ. ഐ മീൻ ആ ബോട്ടിൽ അത്ര കാലം എന്നല്ല, അതിന്റെ ഉള്ളിൽ ഒരു തുള്ളി വെള്ളം ഉണ്ട്. ഓക്കെ, അപ്പൊ കംപ്ലീറ്റ് ഒരു നെഗറ്റീവ് മീൻസ് മീനിങ് ആണ് ഞാൻ പറഞ്ഞത്. സെന്റൻസ് നോ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. പക്ഷെ ഫ്യൂ എന്നൊക്കെ പറഞ്ഞാലും ഇങ്ങനെ തന്നെയാണ്. ഫ്യൂ എന്ന് പറഞ്ഞാൽ ഒട്ടുമില്ല എന്നുള്ള അർത്ഥമാണെങ്കിലും ചിലപ്പോൾ 1 2 ഉണ്ടാവും. അപ്പൊ ഫ്യൂ സ്റ്റുഡൻറ് പറയാണ്, എ ഫ്യൂ സ്റ്റുഡൻസ് ആർ ക്ലാസ്സിൽ ഫ്യൂ സ്റ്റുഡൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ, എ ഫ്യൂ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ക്ലാസ് ഫുള്ള് കുട്ടികളുണ്ട്. എ ഫ്യൂ എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുട്ടികളുണ്ട്. ഓക്കെ, ഫ്യൂ സ്റ്റുഡൻസ് മാത്രമേ ക്ലാസ്സിലുള്ളൂ എന്ന് നമ്മളോട് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിൽ ആരും ഇല്ല എന്നല്ല, ക്ലാസ്സിൽ 1 2 കുട്ടികളുണ്ടാവും.
ഓക്കെ, ഒരു കുട്ടിയോ 2 കുട്ടിയോ, പിന്നെ ഒരു 100 കുട്ടികളുടെ ക്ലാസ്സിൽ 1 2 കുട്ടികൾ ഇരിക്കുമ്പോൾ നമ്മൾ ഫ്യൂ എന്ന് യൂസ് ചെയ്യും, അവിടെ ഇല്ല എന്നുള്ള ഒരു നെഗറ്റീവ് യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെയാണ് ലിറ്റിലിന്റെ നെഗറ്റീവ് നമ്മൾ നെഗറ്റീവ് ആണ് കേട്ടോ, നോ എന്ന് പറയുന്ന ഉദ്ദേശം. ഓക്കെ, അപ്പൊ ഇവിടെ പോണ്ടിൽ എന്തില്ല, വെള്ളമില്ല. അപ്പൊ ഇവിടെ എന്താണ്, സ്വാഭാവികമായിട്ടും ഇത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആകുമ്പോ ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആവണം. ഓക്കെ, സോ ഈസ് എടുക്കുന്നു, ദേർ കൊടുക്കുന്നു, ഈസ് ദേർ. ക്ലിയർ? ഓക്കെ, ദെൻ വി സെൽഡം ഗോ ദേർ. വി സെൽഡം അല്ലെ? ഓക്കെ, വി സെൽഡം ഗോ ദേർ. നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ നിർത്തില്ലേ, വി സെൽഡം ഗോ ദേർ. സെൽഡം എന്താണ് മക്കളെ, നെഗറ്റീവ് ആണ് അല്ലെ? നമ്മൾ ഇവിടെ പറഞ്ഞു സെൽഡം എന്താണ്, ഇതാ നെഗറ്റീവ് ആണ് അല്ലെ? സോ ഡു വി. ഓക്കെ, ഡു എവിടുന്ന് വന്നു, ഇതിൽ ഓക്സിലറി വെർബ് എന്ന് പറയുന്ന ഗോയിൽ നിന്ന് ഡൂയിനെ എടുത്തു, വി എടുത്തു. ക്ലിയർ? ഓക്കെ, ദെൻ ഫ്യൂ പീപ്പിൾ നോ ദ ആൻസർ അല്ലെ? കുറച്ച് ആളുകൾക്ക് അറിയില്ല എന്നുള്ള അവിടെ മീനിങ് അല്ല, അവിടെ ആർക്കും അറിയില്ല എന്നൊരു മീനിങ് ആണ് വരുന്നത്. സോ നോയിൽ നിന്നും ഇവിടെ ഡു എടുത്തു, ഫ്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയതുകൊണ്ട് പീപ്പിൾ എന്ന് പറയുമ്പോൾ ദേ കൊടുത്തു, ഡു ദേ. ക്ലിയർ? ദെൻ ഐ നെവർ ഡ്രിങ്ക് ടീ. ഞാൻ ചായ ഇതുവരെ കുടിച്ചിട്ടില്ല. അപ്പൊ നെവർ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഡു കൊടുത്തു, ഡു ഐ. ഡു എവിടുന്നാ വന്നത്, ഡ്രിങ്കിന്റെ ഡു ആണ് കേട്ടോ. ഡ്രിങ്ക് എന്ന് പറയുന്നത് ബേസ് ഫോം ആണ്, അഥവാ ഡു ഫോം ആണ്. സോ അതിൽ നിന്നും ഡു എടുത്തു, ഡു ഐ. ക്ലിയർ? ഓക്കെ, ദെൻ പീപ്പിൾ ആർ റെയർലി വറീഡ് അബൌട്ട് ഇറ്റ് അല്ലെ? റെയർലി കണ്ട എന്തോണം അപ്പൊ തന്നെ നിങ്ങൾ ഉറപ്പിക്കണം, സെന്റൻസ് നെഗറ്റീവ് ആയി, ഇനി പോസിറ്റീവ് എടുക്കാൻ പാടുള്ളൂ. ആർ എടുക്കുന്നു, പീപ്പിളിന് ദേ കൊടുക്കുന്നു, ആർ ദേ. ക്ലിയർ? ഓക്കെ, ദെൻ ഹി ഹാർലി ഡസ് എനി വർക്ക്. ഹാർലി കണ്ട എന്തോ ഉറപ്പിക്കണം മക്കളെ, കീവേഡ്സ് ആണ് അല്ലെ? നെഗറ്റീവിന്റെ കീവേഡ്സ് ആണ് ഹാർലി. സോ ഹാർലി കാണുന്നതോടുകൂടി നെഗറ്റീവ് ആണെന്ന് ഉറപ്പായി. ഇവിടെ ഡസ് ഉണ്ട്, അതേപോലെ എടുക്കുക, ഹി എടുക്കുക, ഡസ് ഹി. ക്ലിയർ? ദെൻ ഐ ക്യാൻ സ്കേഴ്സ്ലി. സ്കേഴ്സ്ലി കാണുമ്പോൾ നെഗറ്റീവായ സെന്റൻസ്, ദെൻ ക്യാൻ എടുത്തോളൂ, ഐ കൊടുത്തോളൂ, ക്യാൻ ആയി. ഈസി. ഓക്കെ, ദെൻ ഐ ഹാവ് ഫ്യൂ ഫ്രണ്ട്സ്. ഫ്യൂ എന്താണ് മക്കളെ, നെഗറ്റീവ് ആണ്. സോ സെന്റൻസ് പോസിറ്റീവ് ആക്കാൻ വേഗം പൊക്കോളൂ. ഹാവ് എടുത്തോളൂ, ഐ എടുത്തോളൂ, ഹാവ് ഐ. ക്ലിയർ? സോ അറിയേണ്ടത് ഈ ചെറിയ ചെറിയ വർക്കുകളാണ് അല്ലെ? barely, few, hardly, little, no, none, no one, nobody, nothing, nowhere, neither, rarely, scarcely, never, seldom. ഇതൊക്കെ സെന്റൻസിൽ വന്നു കഴിഞ്ഞാൽ ടാഗ് എന്തായി മാറും, പോസിറ്റീവ് ആയിട്ട് മാറും. Clear? Then when the subject of the statement is anyone, anybody, everyone, everybody, neither, no one, nobody, none, somebody, someone, the pronoun they is used as a subject of the tag. എന്താണ് മക്കളെ ഇമ്പോർട്ടൻസ്? ഇതാ ഇവിടെയാണ് ഇമ്പോർട്ടൻസ്. പ്രൊണൗൺസ് ദേ വരണമെങ്കിൽ ഇവിടെ ദേ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ദേ വന്നത് കൊണ്ട് പ്രൊണൗൺ ദേ ആവണമെന്നില്ല. അല്ലാതെയും കുറെ കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ് ഇവിടെ നോക്കിക്കേ. എനി വൺ, എനിബഡി, ആരെങ്കിലും, എവരി വൺ, ഓരോരുത്തരും, എവരിബഡി, എല്ലാവരും, നൈദർ, നോ വൺ, നോബഡി, നൺ, സംബഡി, സംവൺ, ഇങ്ങനെയുള്ള എല്ലാ വേർഡ്സ് വന്നു കഴിഞ്ഞാലും പ്രൊണൗൺ എന്തായിരിക്കും മക്കളെ? ദേ ആയിരിക്കും. ക്ലിയർ? നോക്കാം. സംബഡി വാണ്ടഡ് എ ഡ്രിങ്ക്. ഓക്കെ, വാണ്ടഡ് എന്ന് പറയുമ്പോ എന്താണ്? പാസ്റ്റ് ആണ്. അപ്പൊ ഇവിടുന്ന് ഡിഡ് കിട്ടും അല്ലെ? നിങ്ങൾക്കറിയാം ഇതിന്റെ ഉള്ളിൽ നിന്ന് ഡിഡ് കിട്ടും. അപ്പൊ ഇവിടെ എന്താണ്? സെന്റൻസ് എന്താണ്? നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആണ്. സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആക്കണം. അപ്പൊ ഡിഡിന്റെ എടുക്കും. കണ്ടോ? ഈ സംബഡി വന്നതുകൊണ്ട് ഇവിടെ ആര് വന്നു? ദേ വന്നു. ഓക്കെ, ദെൻ എവരി വൺ ഈസ് ലയബിൾ ടു മേക്ക് മിസ്റ്റേക്ക്. ഓക്കെ, ഈസ് എടുക്കുന്നു, ഈസിന്റെ ആക്കുന്നു, എവരി വൺ വന്നത് കൊണ്ട് ദേ ആക്കുന്നു. ഐ മീൻ എവരി വൺ, എവരി വൺ. ഓക്കെ, ദെൻ അടുത്തത് എവരിബഡി വാസ് പ്രസന്റ്. ഇവിടെ ഈസ് എടുക്കുമ്പോൾ ഈ ഒരു ക്ലിയർ, ഇതും കൂടെ ക്ലിയർ ചെയ്ത് പോവാം. ഇവിടെ ഈസ് എടുത്തത്, ഇവിടെ എന്താ ഈസിന്റെ കൊടുക്കാത്തതെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ഇവിടെ എന്താ ഈസിന്റെ കൊടുക്കാത്തത്? ഇവിടെ എവരി വൺ ആണ്. എവരി വൺ,
എവരി വൺ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ ദേ ആണ്. ദേ എന്താണ് മക്കളെ? പ്ലൂരൽ ആണ് അല്ലെ? പ്ലൂരൽ ആണ്. ദേ എന്താണ്? പ്ലൂരൽ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ആറിന്റെ ആയത്. നോക്കാം, ഇവിടെ അതുപോലെ തന്നെയാണ്. എവരിബഡി എന്ന് വന്നത് കൊണ്ട് ദേ വരും. സ്വാഭാവികമായിട്ടും വാസ് എന്തായിട്ട് മാറും മക്കളെ? വേറായിട്ട് മാറും. നെഗറ്റീവ് ആക്കണം. വേറെന്റ് ദേ. ക്ലിയർ? ദെൻ നോബഡി ഫോണഡ്. നോബഡി ഫോണഡ്. നോബഡി വന്നാൽ എന്ത് വരും? ദേ വരും. ഇവിടെ ഡിഡ് എങ്ങനെയാ വന്നത്? ഇതിന്റെ ഉള്ളിൽ നിന്നും ED ഫോം എടുത്തു. സോ ഡിഡ് ദേ. ക്ലിയർ? ദെൻ നൺ ഓഫ് ദം ഈസ് ഹോണസ്റ്റ്. നൺ ഓഫ് ദം ഈസ് ഹോണസ്റ്റ്. സ്വാഭാവികമായിട്ട് നൺ ഓഫ് ദം വരുമ്പോ ദേ കൊടുക്കും. ഇവിടെ ഈസ് ആണ് അല്ലെ? ഈസ് എന്തായി മാറും? ഇവിടെ പ്ലൂരൽ ആയിട്ട് മാറിയപ്പോ ഈസ് എന്തായിട്ട് മാറി മക്കളെ? ഒന്ന് പറഞ്ഞേ. ഈസ് എന്തായി മാറി? ആറായിട്ട് മാറി. ഓക്കെ, അപ്പൊ സെന്റൻസിന്റെ പ്ലൂരൽ ആണോ സിംഗുലർ ആണോ എന്നൊക്കെ നോക്കണം. അതുപോലെ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കൊടുക്കണം മക്കളെ? ദേ കൊടുക്കണം കേട്ടോ. പ്രൊണോൺ എന്ത് കൊടുക്കണം? ദേ കൊടുക്കണം. അപ്പൊ ഒരുപാട് കേസിന് ദേ വരാം അല്ലെ? നോക്കാം. അടുത്തത് when the sentence starts with let. let വെച്ചിട്ടില്ലേ ഒരുപാട് സെന്റൻസ് ഉണ്ട് അല്ലെ? നമ്മളൊരു പെർമിഷൻ ചോദിക്കാൻ ഇമ്പരറ്റീവ് സെന്റൻസ് ഒക്കെ അധികം നമ്മൾ എന്തിലാ യൂസ് ചെയ്യുക? ലെറ്റിലല്ലേ യൂസ് ചെയ്യുക അല്ലെ? നോക്കാം. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. എന്താണ് ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്? നമുക്കൊരു വാക്കിന് പോവാമെന്ന് നമ്മൾ വളരെ സ്റ്റൈലായിട്ട് പറയാണ്. ഒന്നും നോക്കണ്ട, സെന്റൻസ് നോക്കണ്ട, മീനിങ് നോക്കണ്ട, എന്താണ് ഒന്നും നോക്കണ്ട, അതിന്റെ നിയമങ്ങൾ നോക്കണ്ട, ക്വസ്റ്റ്യൻ ടാഗ് നോക്കണ്ട, ഒന്നും നോക്കണ്ട. ലെറ്റ്സ് എന്ന് കണ്ടോ? ഷാൽ വി കൊടുക്കുക. ലെറ്റ്സ് എന്ന് കണ്ടാൽ ഷാൽ വി കൊടുക്കും. വീണ്ടും ലെറ്റ്സ് പ്ലേ ടുഗദർ എന്ന് കണ്ടാൽ വീണ്ടും ഷാൽ വി എന്ന് കൊടുക്കും. then ലെറ്റ്സ് സ്റ്റാർട്ട് ദ ബാറ്റിൽ എന്ന് കണ്ടാൽ ഷാൽ വി കൊടുക്കും. ലെറ്റ് മീ ആണ് ഇവിടെ. ഈ എസ് അങ്ങ് പോയി അല്ലെ? ഈ ലെറ്റ്സ് പറയുമ്പോ അസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? ലെറ്റ് മീ ആണ്. ലെറ്റ് മീ. മീ എന്തായി മാറി? ഗോ ഫോർ എ ഫിലിം ആയപ്പോ ഷാൾ ഐ ആയിട്ട് മാറി കേട്ടോ. ഓക്കെ, then ലെറ്റ് ഹിം. ലെറ്റ് ഹിം വരുമ്പോ എന്താണെന്നാ പറഞ്ഞത് മക്കളെ? ഷാൾ ഹി ആണ് കേട്ടോ. അപ്പൊ നമ്മള് ലെറ്റ്സ് എന്ന് കാണുമ്പോ മാത്രമാണ് ഈ വി ഉള്ളത് കേട്ടോ. ലെറ്റ്സ്. ഓക്കെ, ലെറ്റ്സ് കാണുമ്പോ മാത്രമേ ഉള്ളൂ നമ്മള് ഇങ്ങനെ ഷാൾ വി കൊടുക്കുക. ഓക്കെ, അപ്പോ ലെറ്റ് ഹിം ആണെങ്കിലോ ലെറ്റ് ഹിം ഗോ എന്നൊക്കെയാണെങ്കിലോ ലെറ്റ് ഹിം ഗോ എന്നൊക്കെയാണെങ്കിലോ എന്താ വരിക? അപ്പൊ ഷാൾ വി ഹി ആണ് വരിക അല്ലെ? ഷാൾ ഹി ആണ് വരിക. ഹിം എന്തായിട്ട് മാറും? ഹി ആയിട്ട് മാറും. ദെൻ ലെറ്റ് ഹെർ ആണെങ്കിലോ ലെറ്റ് ഹെർ ആണെങ്കിലോ ഷാൾ ഷീ ആയിട്ട് മാറും. ഓക്കെ, ദെൻ ലെറ്റ് ദം ആണെങ്കിൽ ഷാൾ ദേ ആയിട്ട് മാറും. ക്ലിയർ? ഓക്കെ, അപ്പൊ ലെറ്റ്സ് വന്ന എന്ത് വരും? ഷാൾ ബി. ലെറ്റ്സ് വന്ന എന്താണ് വരുന്നത്? ഷാൾ ബി. ദെൻ ഇൻ ദ കേസ് ഓഫ് മോർ ദാൻ വൺ ഓക്സിലറി സെലക്ട് ദ ഫസ്റ്റ് വൺ. ഓക്കെ, ഞാൻ ഇതിന് മുമ്പൊന്ന് സൂചിപ്പിച്ചിരുന്നു. ചില സെന്റൻസിൽ നമ്മൾ പറഞ്ഞു ഓക്സിലറി ഐഡന്റിഫൈ ചെയ്തു, ഓക്സിലറി ഐഡന്റിഫൈ ചെയ്യാന്ന് പറഞ്ഞു. ഓക്സിലറി ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ ഓക്സിലറി അങ്ങ് കണ്ട നമ്മൾ എന്ത് ചെയ്യും അല്ലെ? ഒന്നും ചെയ്യണ്ട, ഫസ്റ്റ് വൺ അങ്ങ് എടുക്കുക. ക്ലിയർ? കഴിഞ്ഞു. അതും വളരെ സിമ്പിൾ ആയിട്ട് തീർന്നു. അങ്ങനെയാണ് യു ഷുഡ് ഹാവ് ദ. ഒരു ഓക്സിലറി കാണുന്നു, രണ്ട് ഓക്സിലറി കാണുന്നു. കൺഫ്യൂഷൻ ആയോ? ഏത് എടുക്കണം? ഒരു കൺഫ്യൂഷനും വേണ്ട. നമ്മൾ ആദ്യം കണ്ടത് എടുക്കുള്ളൂ അല്ലെ? രണ്ടാമത് കണ്ടത് നമുക്ക് വലിയൊരു മൈൻഡ് ഇല്ല. സോ യു ഷുഡ് ഹാവ് ബീൻ. ഫസ്റ്റ് വന്ന ഷുഡ് എടുത്തു. സെന്റൻസ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഓടിച്ചു നോക്കുക. സെന്റൻസ് പോസിറ്റീവ് ആണ്. സോ ഷുഡേന്റ് യു. യു എന്ന് പറയുന്ന pronoun. Then you should have been paying more attention, shouldn't you? Clear? Then they can't have had. can't കാണുന്നു, have കാണുന്നു, had കാണുന്നു അല്ലേ? they can't have had to stop already. എന്ത് ചെയ്യും? ഒന്നും ചെയ്യണ്ട, ഒന്നും നമുക്ക് നോക്കണ്ട. ഫസ്റ്റ് കണ്ട കാണ്ടിനെ അങ്ങ് എടുക്കുക. കാണ്ട് നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കുമ്പോ ക്യാനിനെ ഇങ്ങോട്ട് എടുക്കുക. കാണ്ട് നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കുമ്പോ കാനിനെ ഇങ്ങോട്ട് എടുക്കുക. പ്രൊണൗൺസ് ഇങ്ങോട്ട് കൊടുക്കുക. എന്താണ് മക്കളെ? ക്യാൻ, ദേ. ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ അല്ലെ? നോക്കാം. നെക്സ്റ്റ് വൺ, ടാഗ്സ് ഓഫ് ദ ഫ്രേസസ് യൂസ്ഡ് ആസ് സബ്ജക്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് പ്രൊണൗൺസ് നോക്കാം. അത് മസ്റ്റ് ആയിട്ടും ഇങ്ങനെയുള്ള വേർഡ്സ് വരുമ്പോ ആ പ്രൊണൗൺസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. നോക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കുറച്ചൊക്കെ, എന്നാലും കുറച്ചും കൂടെ നമുക്ക് നോക്കാം. ചിലപ്പോൾ സബ്ജക്റ്റ് അധികം ഇങ്ങനെയുള്ള വേർഡുകൾ സബ്ജക്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും നമുക്ക് എക്സാമിന് ഉണ്ടാവുക. അത് ഇങ്ങനെ നമുക്ക് കൺഫ്യൂഷൻസ് വരാൻ വേണ്ടിയിട്ട്, അല്ലാതെ ഹിയോ ഷീയോ ഇറ്റൊന്നും ഡയറക്റ്റ് വരുന്ന സെന്റൻസ് ആവില്ല നമുക്ക് എക്സാമിന് വരിക. ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ വരുന്ന സെന്റൻസിന്റെ ഫസ്റ്റിൽ ഉണ്ടാവുന്നത്. നോക്കാം, അപ്പൊ എന്ത് കൊടുക്കണം? ഐ മീൻ
സബ്ജക്റ്റ് മീൻസ് ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ കാണുന്നതാണല്ലോ സബ്ജക്റ്റ്. അത് ഓൾ ഓഫ് എസ് എന്നോ നൺ ഓഫ് എസ് എന്നോ അല്ലെങ്കിൽ വൺ ഓഫ് എസ് എന്നോ എനി വൺ ഓഫ് എസ് എന്നോ സം ഓഫ് എസ് മോസ്റ്റ് ഓഫ് എസ് നൈദർ ഓഫ് എസ്, എന്തായാലും അസ് ഉണ്ടോ? എന്താണ് മക്കളെ അസ് ഉണ്ടെങ്കിൽ എന്താണോ എന്ന് പറഞ്ഞ് വി ആണ് അല്ലെ. അസ് ഉണ്ടെങ്കിൽ എന്താ കൊടുക്കുക? വി അങ്ങ് പ്രൊണൗൺ കൊടുത്തിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക അല്ലെ. അപ്പൊ അസ് വരുന്ന വേർഡ് ഉണ്ടെങ്കിൽ ഓൾ ഓഫ് എസ്, നൺ ഓഫ് എസ്, വൺ ഓഫ് എസ്, സം ഓഫ് എസ്, എനിത്തിങ് അസ് കൂടെ ഉണ്ടോ? വി ആണ് കൊടുക്കേണ്ട പ്രൊണൗൺ. ക്ലിയർ? ഓക്കെ. ഇനി ഓൾ ഓഫ് യു, നൺ ഓഫ് യു, വൺ ഓഫ് യു, എനി വൺ ഓഫ് യു. ഇപ്പൊ ഞാൻ ഇവിടെ ഈ അസിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം ഈ നണ്ണും വണ്ണും സമ്മും ഒക്കെ നോക്കിയിട്ട് കാര്യമില്ല. കാരണം അത് പിന്നെയും വരുന്നുണ്ട് മറ്റു വേറെ പ്രൊണൗൺസിന്റെ കൂടെ. നോക്കൂ, ഓൾ ഓഫ് യു, നൺ ഓഫ് യു എന്ന് പറയുന്നു. ഓൾ ഓഫ് യു, നൺ ഓഫ് യു, എനി വൺ ഓഫ് യു, സം ഓഫ് യു, മോസ്റ്റ് ഓഫ് യു, യു വരുമ്പോ ഒരു സംശയമില്ല അത് എന്തോ യു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് അല്ലെ. എന്താണ്? യു അല്ലെ. അപ്പോ ഇങ്ങനെ യു അവസാനിക്കുന്ന ഇങ്ങനെയുള്ള ഒരു ഫ്രേസുകളാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ പ്രൊണൗൺസ് എന്തായിരിക്കും മക്കളെ? യു ആയിരിക്കും. ക്ലിയർ? യെസ്. ദെൻ ഇനി അടുത്തത് ഓൾ ഓഫ് ദം, നൺ ഓഫ് ദം, സം ഓഫ് ദം, ദം. ബാക്കിയിലോട്ടൊന്നും നോക്കണ്ട. ദമ്മ് കാണുന്നുണ്ടെങ്കിൽ ദേ കൊടുക്കുക. ഓക്കെ, ദമ്മ് കാണുന്നുണ്ടെങ്കിൽ ദേ കൊടുക്കുക. അപ്പോ ഒരു ഫ്രേസ് വരുമ്പോ ആ ഫ്രേസിൽ അസ് ഉള്ള ഫ്രേസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വി കൊടുക്കുക. ഫ്രേസ് യു ലാസ്റ്റ് വരുന്ന ഫ്രേസ് ആണെങ്കിൽ നിങ്ങൾ പ്രൊണൗൺസ് യു കൊടുക്കുക. ഫ്രേസ് ദമ്മ് ലാസ്റ്റ് വരുന്ന പ്രൊണൗൺ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കുക? ദേ കൊടുക്കുക. ക്ലിയർ? ദെൻ നമുക്ക് നോക്കാം. ഇതാ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ഫ്രേസുകൾ വെച്ചിട്ടുള്ള കുറച്ച് ഉദാഹരണങ്ങളാണ് കേട്ടോ. ഓൾ ഓഫ് അസ്, അസ് കാണുമ്പോ എന്ത് കൊടുക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്? വി ആണ് അല്ലെ. ഇവിടെ എന്താണ്? ക്യാൻ ആണ്. അപ്പോ കാൻഡ് വി. ദെൻ സം ഓഫ് അസ് കണ്ടു, ആർ എന്ന് പറയുന്ന പ്രൊണൗൺ കണ്ടു, ആറിന്റെ ആക്കി അസ് കണ്ടത് കൊണ്ട് വി കൊടുത്തു, ആറിന്റെ വി. ദെൻ ഓൾ ഓഫ് യു, യു ഉണ്ട് ക്യാനും ഉണ്ട്, പോസിറ്റീവ് ആണ്. സോ കാണ്ടാക്കി യു എടുത്തു, can't you. Clear? Then മോസ്റ്റ് ഓഫ് യു കണ്ടു, യു കണ്ടു, ആറ് കണ്ടു, ആറിന്റെ ആക്കി യു കൊടുത്തു, ആറിന്റെ യു. ദെൻ ഓൾ ഓഫ് ദം, ദം കണ്ടു, ദമ്മ് കണ്ട ദേ കൊടുക്കണം. ഇവിടെ ക്യാന് കണ്ടു, എന്ത് കൊടുക്കാം? ക്യാൻ കൊടുക്കണം. ഐ മീൻ കാണ്ട് കൊടുക്കണം, ദേ കൊടുക്കണം, ക്യാൻ ദേ. ദെൻ മോസ്റ്റ് ഓഫ് ദം, ദമ്മ് കണ്ടു, നോയാണ്. ഇതിൽ എന്തുണ്ട്? ഓക്സിലറി വെർബ് ഇല്ല, പക്ഷെ നോ ഉണ്ട്. നോ കാണുമ്പോ അത് ബേസ് ഫോം ആയതുകൊണ്ട് ഡു എടുത്തു. സോ ഡു ദേ, ഡു ഈ ദമ്മിൽ നിന്നും ദേ എടുത്തു, ഡു ദേ. എന്താണ്? ഡു ദേ. ഇതിന് എന്ത് ചെയ്യണം മക്കളെ? എന്താണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്? ഇത് നിങ്ങളുടെ മൈൻഡിൽ ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ, യൂസിങ് ദർ ആൻഡ് വൺ ആസ് എ സബ്ജക്ട്. ഇനി നമ്മള് സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഇപ്പൊ ഹീയും ഷീയും നൺ ഓഫ് എസും മോർ ഓഫ് എസും യു ഒക്കെ വന്നു. ഇനി സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് നമുക്ക് ഇവരൊന്ന് വരുത്താം, ദേറും വണ്ണും. സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ദേറും വന്നു വന്നാൽ ഇനി നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായിരിക്കും കൊടുക്കുക? സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ദേറും വണ്ണും വന്നു കഴിഞ്ഞാൽ ഇനി എന്ത് ഒരു കൺഫ്യൂഷനും വേണ്ട, അതന്നെ അങ്ങ് കൊടുക്കുക അല്ലെ. സെയിം സംഭവം കൊടുക്കുക. നോക്കാം. there is a problem. എന്ത് ചെയ്യണം മക്കളെ? ക്വസ്റ്റ്യൻ ടാഗ് പോയി ഓടിപ്പോയി നോക്കാം. അത് ഓക്സിലറി എടുക്കുക, ഈസ് എടുക്കുക, ഈസിന്റെ ആക്കുക, ദേർ എടുക്കുക, കൊടുക്കുക, അങ്ങ് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക, പരീക്ഷക്ക് മാർക്ക് അങ്ങ് വാങ്ങുക, ഈസിന്റെ ദേർ. ക്ലിയർ? ഓക്കെ. ദെൻ there were only 10 people present. വേർ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. വേറിന്റെ ആക്കുക, ദേർ കൊടുക്കുക, വേർ ഇൻ ദേർ. ക്ലിയർ? ഓക്കെ. ദെൻ there is a little water in the pond. അല്ലെ, ഈസിന്റെ ആണ് എടുക്കേണ്ടത്. ഈസിന്റെ എടുക്കുക, ദേർ കൊടുക്കുക, ദേർ ആണ് കേട്ടോ. ഈസിന്റെ കൊടുത്തിട്ട് ദേർ ആണ്. ഈസിന്റെ ദേർ. എന്താണ്? ഈസിന്റെ ദേർ ആണ് കേട്ടോ. ഈസിന്റെ കൊടുക്കുന്നത് ദേർ ആണ്. അപ്പൊ നേരെ ഈസിന്റെ ദേർ. ക്ലിയർ? ഓക്കെ. ദെൻ വൺ must do his study. One must do his study. mustn't ആയി. ദെൻ mustn't കഴിഞ്ഞു കഴിഞ്ഞാൽ വൺ എടുക്കുന്നു, വൺ അതേപോലെ കൊടുക്കുന്നു. ക്ലിയർ? ദെൻ വൺ cannot be. cannot നെഗറ്റീവ് ആണ്, അപ്പൊ ക്യാൻ എടുത്താൽ മതി. ക്യാനും വണ്ണും ഇങ്ങോട്ട് എടുത്ത് പോരാ. ഓക്കെ. ദെൻ വൺ cannot be too careful എന്നുള്ളത് ക്യാൻ എടുക്കുന്നു, വൺ എടുക്കുന്നു, ക്യാൻ വൺ ആക്കുന്നു അല്ലെ. മീനിങ് ഒന്നും നോക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്കറിയാവുന്ന റൂള് വെച്ചിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാ? എക്സാമിന് ആൻസർ എഴുതി പോവാം. ക്ലിയർ?
സോ ക്വസ്റ്റ്യൻ ടാഗിന്റെ ഒരു ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ബേസ് ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്. എന്നിരുന്നാൽ പോലും ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുകയും അതുപോലെ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാതെ പഠിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ടാഗിന്റെ മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നേടിയെടുക്കാൻ സാധിക്കും. സോ ഇനി ക്വസ്റ്റ്യൻ ടാഗിന്റെ മറ്റൊരു ചെറിയ പാർട്ടുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.